Hello guys, welcome back to the video. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 35,000 രൂപീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ ഇവരോട് നോക്കുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ച് ആയിരിക്കും. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ്, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളും ബാറ്ററിയൊക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺസ് ആണ് ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിൽ എടുത്തിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസ് ആയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ആരെങ്കിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോ. ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഫാൻസിനുള്ളതാണ്. സാംസങ് ഗാലക്സി S24 FE. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പ്രീമിയം ലുക്കിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ, പിന്നെ ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ, കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസിൽ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ സാംസങ് ഗാലക്സി S24 FE, M35, S25 ഇതെല്ലാം ഒരു വിലയൊക്കെ തന്നെ ഇരിക്കുന്ന ഡിസൈൻ. സോ ഒരു കവറൊക്കെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഏതാണെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽ വരെയൊക്കെ ഒന്ന് കാത്തിരിക്കുക. ചിലപ്പം ഇനി പ്രൈസൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. സോ കുറച്ചും കൂടെ ലോവസ്റ്റ് ബഡ്ജറ്റിൽ സ്മാർട്ട് ഫോൺസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, മറക്കരുത്. നമുക്ക് നേരെ സ്പെസിഫിക്കേഷൻസിലേക്ക് വരാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120Hz ഫുൾ HD പ്ലസ് ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിനോസ് 2400E എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ഗെയിമിങ്ങിനാണ് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 12 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. 10 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മെയിൻ ക്യാമറയിൽ നിന്ന് 8K 24 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറയിൽ നിന്ന് 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4700 mAh ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 25 വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. 25 വാട്ട്സ് സൂപ്പർ ഫാസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഔട്ട് ഓഫ് ബോക്സ് Android 14 വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് പെർഫോമൻസിലാണ് വരുന്നത്. സോ ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഴിവാക്കാവുന്നതാണ്. ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കാവുന്നതാണ്. പിന്നെ ബാറ്ററി 4700 mAh ബാറ്ററിയൊക്കെ കിട്ടുന്നുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ബോക്സിനകത്ത് ചാർജറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് പോയി വാങ്ങേണ്ടി വരും. അതിപ്പോൾ എല്ലാവരും ഒരു വിലയൊക്കെ തന്നെ, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പറയാം. അപ്പം അതൊക്കെയാണ്. ഇനി പറയുകയാണെങ്കിൽ ചാർജർ കൊടുക്കുന്നവരാണോ എടുത്ത് പറയാം. അപ്പോൾ അതാണ് അവസ്ഥ. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 34,899 രൂപീസിൻ്റെ ഒക്കെ വാങ്ങാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു 1000 രൂപ കുറച്ച് വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്. മോട്ടോ H60 Pro. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120Hz 1.5K POLED ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 8350 Extreme എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഏകദേശം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒക്കെ ആയിട്ട് വരും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS ഒക്കെ സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 10 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. 50 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറയിൽ നിന്നും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 90 വാട്ട്സിൻ്റെ ടർബോ പവർ ചാർജറാണ്. പിന്നെ ഔട്ട് ഓഫ് ബോക്സ് Android 15 വരുന്നത്. LPDDR5Xും UFS 4.0 കിട്ടുന്നുണ്ട്. പിന്നെ IP6869 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കൂടെ തന്നെ ഒരു കിടിലം പെർഫോമൻസ് വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB ROM വേരിയൻറ്റ് 29,999 രൂപീസിനാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്. റിയൽമി GT70. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമൻസിനൊക്കെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.8 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 8400 Max എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറയിൽ. പിന്നെ ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAh ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 120 വാട്ട്സിൻ്റെ സൂപ്പർ വുക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് Android 15 വരുന്നത്. പിന്നെ IP69 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB ROM വേരിയൻറ്റ് 30,998 രൂപീസിനൊക്കെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 29,448 രൂപീസിനൊക്കെ വാങ്ങാവുന്നതാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്.
വിവോ T4 Ultra. യെസ്, റീസെൻ്റ്ലി ഇറങ്ങിയ സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ 1.5K കോഡ് കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയടെക്കിൻ്റെ Dimensity 9300+ ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറയിൽ. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ IP64 വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IP64 കൊടുക്കുന്നുള്ളൂ. അതൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. സോ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ 8+ 256GB ROM വേരിയൻറ്റ് 37,999 rupees വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 33,249 rupees വാങ്ങാൻ പറ്റും. സോ ഇത് ഇപ്പോഴത്തെ പ്രൈസാണ്. സെയിൽ സമയത്തൊക്കെ ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. സോ സെയിൽ വരെയൊക്കെ ഒന്ന് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോണാണ്. നമ്മുടെ iQ Neo 10R അല്ല 10. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസും കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K ഫ്ലാറ്റ് ആമോലെഡ് ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്യുവൽ ചിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4ഉം പിന്നെ നമ്മുടെ iQൻ്റെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1ഉം കൊടുത്തിട്ടുണ്ട്. സോ ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ സെൽഫി ക്യാമറ ഒന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAh ഒരു M1 ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 115 വരുന്നത്. ബൈപാസ് ചാർജിങ് 7K അൾട്രാ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ കിട്ടുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ iQ Neo 10. പിന്നെ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ അത്ര തന്നെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 8+ 256GB ROM വേരിയൻറ്റ് 33,998 rupees വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 35,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.